ഓം ശാന്തി. പതഞ്ജലി യോഗസൂത്രത്തിൽ അഷ്ടാംഗ യോഗ വിധികളെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ആ 8 വിധികളും നമ്മൾ പൂർണ്ണമായി ജീവിതത്തിൽ പരിപാലിക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യുകയും ആ അഭ്യാസത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്താൽ ഒരു യോഗി ജീവിതം എന്ന നമ്മുടെ ഭാരതീയമായ ആ ദർശനം, കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും സഫലീകരിക്കാൻ കഴിയും. ആ 8 വിധികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ 8 വിധികൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ്. ഈ 8 വിധികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായും സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം. അതിലേറ്റവും ആദ്യത്തേത് യമം. നിയമങ്ങളിൽ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. നിയമം അർത്ഥം ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്. യമം അർത്ഥം ഡോണ്ട് ഡൂസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ, അതായത് ആത്മാവ് ഈ ശരീരത്തിലിരുന്നുകൊണ്ട്, ഡ്രൈവർ ഈ വണ്ടിയിലിരുന്നുകൊണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഒരു ഉപകരണം തന്നെ, ഏതെങ്കിലും ഒരു മിക്സി ആകട്ടെ, ഗ്രൈൻഡർ ആകട്ടെ, ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഇലക്ട്രോണിക് ആകട്ടെ, ഹോം അപ്ലയൻസ് സാധനങ്ങൾ എന്ത് തന്നെ നമ്മൾ വാങ്ങുകയാണെങ്കിലും ആ ഉപകരണങ്ങളോടൊപ്പം ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. ആ യൂസർ മാനുവലിൽ, ആ കാറ്റലോഗിൽ ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ് പറയാറുണ്ട്. നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അതേപോലെ ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ ജീവിത നാടകം അഭിനയിക്കാൻ വന്ന നമുക്ക് ആത്മാവിന് ലഭിച്ച ഈ വസ്ത്രം അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ്, ഈ ഉപകരണം, ശരീരമാകുന്ന ഉപകരണത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് യമത്തിൽ പറയുന്നത്. അതിൽ പ്രത്യേകിച്ചും 4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും ആദ്യത്തേത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യമത്തിൽ പറയുന്നത്, ഒന്നാമത്തത് നമ്മൾ അഹിംസ പാലിക്കണം. യമവിധികളിൽ ആദ്യത്തേത് ഹിംസിക്കാതിരിക്കുക, അഹിംസ പാലിക്കുക. അതായത് ഏത് സാഹചര്യത്തിലും മനസ്സ വാച കർമ്മണ ഹിംസ ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്. സർവധർമ്മങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഹിംസയുടെ പ്രാധാന്യം പറയുന്നുണ്ട്. ഭാരതീയ ധർമ്മ ഗ്രന്ഥങ്ങളിൽ, ഭാരതീയമായ ദർശനങ്ങളിൽ അഹിംസയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അന്യധർമ്മങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 കൽപ്പനകളിലും അഹിംസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീ ബുദ്ധനും അഹിംസയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ബുദ്ധധർമ്മത്തിൽ നമുക്കത് ദർശിക്കാം. അപ്പോൾ ഹിംസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിംസ അർത്ഥം ഉപദ്രവം, വേദന കൊടുക്കുക. അപ്പോൾ വേദന കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിന് 2 തലങ്ങളാണ്. ഒന്ന് ശാരീരിക ഹിംസ, മറ്റൊന്ന് മാനസിക ഹിംസ. അപ്പോൾ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ, ഉപദ്രവിക്കുന്ന തരത്തിൽ നമ്മൾ യാതൊന്നും ചെയ്യാതിരിക്കുക. അതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വേദന, ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം നമുക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ കൊടുക്കാൻ പാടില്ല. പക്ഷേ മനസ്സ വാച കർമ്മണ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിംസിക്കാതിരിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സുകൊണ്ട്, അതായത് നമ്മുടെ വിചാരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട്, നമ്മുടെ സംഭാഷണങ്ങൾക്കിടയിൽ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് പോലും മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ വേദന കൊടുക്കരുത്, ശാരീരികമായിട്ടും നമ്മൾ വേദനയും ഉപദ്രവവും കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നോക്കൂ. ഈ ഒരേയൊരു വിധി നമ്മൾ പാലിക്കുകയാണെങ്കിൽ തന്നെ, മനസ്സുകൊണ്ട് ഹിംസിക്കാതിരിക്കുക അർത്ഥം നമ്മുടെ വിചാരങ്ങൾ ശുദ്ധമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം. എത്രത്തോളം വ്യർത്ഥ വിചാരങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടാകുന്നോ, നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ചുണ്ടാകുന്നോ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ, നടക്കുമോ ഇല്ലയോ, എന്തായിത്തീരും, ജയിക്കുമോ ഇല്ലയോ,
ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇപ്രകാരം നെഗറ്റീവ് വിചാരങ്ങൾ, വേസ്റ്റായിട്ട് വ്യർത്ഥമായ വിചാരങ്ങൾ കൂടുതൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ എനർജി ലെവൽ താഴേക്ക് പോവുക, വിജയിക്കാനുള്ള നമ്മുടെ സാധ്യതകൾ നമ്മൾ തന്നെ കുറയ്ക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് സമയത്തും നമുക്ക് ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് ശുഭവിചാരങ്ങളാണ്. അതാണ് ശരിക്കും സങ്കല്പതലത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ് വേസ്റ്റ് ചിന്തകൾ കൊണ്ടുവരാതിരിക്കുക. പ്രകൃതിയെ പ്രതി പോലും, 5 തത്വങ്ങളെ പ്രതി പോലും നമ്മുടെ മനസ്സിലൊരു വ്യർത്ഥ ചിന്ത വരരുത്. ചില സമയത്ത് നമ്മൾ പറയില്ലേ, നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക, നമുക്കൊന്ന് പുറത്തിറങ്ങണം. അപ്പം ചിലർ പറയില്ലേ, ഹോ നശിച്ച ഒരു മഴ. അതും ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് അങ്ങനെ പറയുകയോ മനസ്സിൽ നമുക്കങ്ങനെ തോന്നുകയോ ചെയ്യുന്നത് പോലും നമ്മുടെ സങ്കല്പങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടല്ലോ. വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. അപ്പോൾ ഓരോ സങ്കല്പവും എനർജി ഫ്ലോ ആണ്. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം പ്രവഹിക്കും. അപ്പം നമ്മുടെ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് ആദ്യം നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മുടെ നെഗറ്റീവ് ചിന്തകളും വ്യർത്ഥ ചിന്തകളും കൂടുകയാണ്. അപ്പോൾ അത് കാരണം ആദ്യം നമ്മുടെ ശരീരമാണ് രോഗിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാരീരിക രോഗങ്ങളിൽ നിന്ന് മുക്തമാകണമെങ്കിൽ പോലും നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. വേസ്റ്റ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട് കുറയണം. അതിന് പകരം എന്ത് ചെയ്യണം? പോസിറ്റീവ് തോട്ട് കൂടണം. പോസിറ്റീവ് വിചാരങ്ങൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ നിന്ന് കുറയും. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം, മെഡിറ്റേഷൻ ഇവയെല്ലാം നമ്മളെ സഹായിക്കുന്ന ഈ തോട്ട് പ്രോസസ്സിങ്, തോട്ട് പാറ്റേണിൽ ചേഞ്ച് കൊണ്ടുവരാൻ. അതേപോലെ വാക്കുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരുക്കമായ വാക്കുകൾ, റഫ് ആൻഡ് ടഫ് വാക്കുകൾ, ഇന്ന് നോക്കൂ, കുടുംബ ബന്ധങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ഉലയുന്നതിൻ്റെ, ദാമ്പത്യ ജീവിതം തന്നെ തകർന്നടിയുന്നതിൻ്റെ, അതേപോലെ നമ്മുടെ ഓഫീസിലാകട്ടെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കേടുവരുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് നമ്മുടെ നാവിൻ്റെ മേലെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. വാക്കുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധങ്ങളും ഉണ്ടാക്കാം. വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് അനേക സമസ്യകൾക്ക് പരിഹാരവും കാണാം. അതുകൊണ്ട് വാക്കുകൾ കൊണ്ടുള്ള ഹിംസ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ, വാക്കുകളിൽ നമ്മൾ സംയമനം പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനേക അസ്വസ്ഥതകൾ, കേടുവന്നുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പുകളെ നന്നാക്കാനും നമുക്കെല്ലാവർക്കും കഴിയും. അതുകൊണ്ടാണ് വാക്കുകൾക്ക് ഭഗവാൻ നൽകുന്ന ശ്രീമതം എന്താണ്? മിതമായി സംസാരിക്കൂ, മൃദുവായി സംസാരിക്കൂ, പതുക്കെ സംസാരിക്കൂ, ഹിതകരമായത് നമ്മൾ സംസാരിക്കുക. ഇപ്രകാരം ഒരു നിയന്ത്രണം നമ്മൾ വാക്കുകളുടെ മേലെ കൊണ്ടുവന്നാൽ, പറയില്ലേ, ഈ നാവിന് വേണമെങ്കിൽ കത്രികയുടെ ജോലി ചെയ്യാം, ബന്ധങ്ങളെ മുറിച്ചു വിടാം. ഇതേ നാവ് കൊണ്ട് നമുക്ക് സൂചി നൂലിൻ്റെ ജോലി ചെയ്യാം. കേടുവന്നു പോയ ബന്ധങ്ങളെ നമുക്ക് ചേർത്ത് കൊണ്ടുപോകാം. ഈ നാവ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് നമുക്കൊരാൾക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകാം, പ്രതീക്ഷ നൽകാം, സാന്ത്വനം നൽകാം. നമുക്ക് ഇതേ നാവ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ എത്രയോ പേരുടെ ആശകളെ തകർത്ത് കളയുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാറുണ്ട് ഓരോരുത്തർ, നിരാശയുണ്ടാക്കുന്ന തരത്തിൽ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യമവിധിയിൽ ആദ്യത്തേത്, അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും, നമ്മുടെ ഈ ശരീരത്തിലെ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള വേദനയോ ദുഃഖമോ ഉപദ്രവമോ മറ്റുള്ളവർക്ക് കൊടുക്കരുത്. കാരണം ദുഃഖം കൊടുത്താൽ നമുക്കും തിരിച്ച് ദുഃഖം കിട്ടും. ഈ ബോധം നമുക്കുണ്ടെങ്കിൽ, ഈ വിധി പാലിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഈസിയാണ്. യമവിധികളിൽ രണ്ടാമത്തേത് സത്യതയാണ്. സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ വാച കർമ്മണ ഉള്ള ഏകത. അതിനെക്കുറിച്ച് കുറച്ചും കൂടി പറയുന്നത്, കൂടുതൽ സ്പഷ്ടമായി പറയുന്നത്, പരമസത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. മനസ്സ വാച കർമ്മണ ഏകത പാലിക്കണമെങ്കിൽ, സാധാരണ പറയാറുണ്ടല്ലോ, അകത്തൊന്നും പുറത്ത് മറ്റൊന്നും ആകരുത്. വിചാരതലം എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് തന്നെ, നമ്മുടെ അകത്തുള്ള വിചാരങ്ങൾക്കനുസരിച്ച് തന്നെ ആയിരിക്കണം അത് തന്നെ നമ്മുടെ വാക്കുകളിലും, അത് തന്നെ ആയിരിക്കണം നമ്മുടെ കർമ്മത്തിലും പ്രതിഫലിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും മനുഷ്യൻ
മൃഗങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അകത്തൊന്നും വയ്ക്കും, പക്ഷേ പുറമെ മറ്റൊരു ഭാവവും നമ്മൾ പ്രകടിപ്പിക്കും. കാരണം നമുക്ക് ചിന്താശക്തിയും വിവേചന ശക്തിയും ഉണ്ടല്ലോ. അതുകൊണ്ട് ഭാവനകളെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും. ഉള്ളിൽ ഒരുപക്ഷെ ഒരാളോട് ദേഷ്യം ഉണ്ടാവും, പക്ഷേ പുറമെ കാണിക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ സ്നേഹം പോലെ അഭിനയിക്കും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ നമ്മളോട് ചോദിക്കാതെ വന്നു, അല്ലെങ്കിൽ പറയാതെ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ നമ്മൾ ബെല്ലടിക്കുമ്പോൾ പുറത്ത് പോയി നോക്കുന്ന സമയത്ത് വാതിൽ തുറന്നിട്ട് ഉള്ളിലും മനസ്സിൽ ചിലപ്പം തോന്നുന്നു, ഇവരെന്താ ഇപ്പോഴാണ് കയറി വരാൻ കിട്ടിയ സമയം. പക്ഷേ പുറമേ എന്ത് പറയും, വരൂ ഇരിക്കൂ പറയും. അപ്പോൾ ഈ രീതിയിൽ അകത്തൊന്ന് പുറത്ത് മറ്റൊന്ന്, ഈ രീതിയിൽ പെരുമാറുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾക്കൊന്നും ഇത് പറ്റില്ല. അവർക്കുള്ളിൽ ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം തന്നെ പുറമെ കാണിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, മനസ്സും വാക്കും കർമ്മവും ഏകതയിൽ ഒരേ ലൈനിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് സത്യതയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയാൻ പറ്റൂ. കേട്ടിട്ടുണ്ട് നമ്മൾ, സത്യമേവ ജയതേ, ആരിൽ സത്യതയുണ്ടോ അവർക്കേ വിജയം ഉണ്ടാകുള്ളൂ എന്നും നമുക്കറിയാം. അകത്തൊന്ന് പുറത്ത് മറ്റൊരു ഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കണേ, നമ്മുടെ വിചാരങ്ങളിൽ എന്താണോ ഉള്ളത്, അതായത് അകത്ത് മനസ്സിലുണ്ടാകുന്ന സങ്കല്പതലത്തിലെ ഊർജമാണ് ഫ്ലോ ആകണേ. അപ്പം നമ്മൾ പുറമെ എത്ര തന്നെ അഭിനയിച്ചാലും, ഏതെല്ലാം തരത്തിൽ മാന്യത കാണിച്ചാലും, മാന്യനായിട്ട് പെരുമാറാൻ ശ്രമിച്ചാലും, നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് യാഥാർത്ഥ്യം, അതാണ് സംഭവിക്കാൻ പോണത്. അതിൻ്റെയാണ് റിസൾട്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോണത്. അപ്പം അതുകൊണ്ട് പുറമെ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ ശ്രമിച്ചാലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ എന്താ, ഭാവം എന്താ, ഭാവന എന്താണ്, അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാകണേ. അതുകൊണ്ട് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണ്ട് മുതലേ പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം ഇതിനാണ് എങ്ങനെ ചെയ്യുന്നു, ഏത് ഭാവത്തോടെ ചെയ്യുന്നു, ഏത് മനോഭാവത്തോടെ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിലെ വിജയം നമുക്ക് കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ ഭാവവും അതേപോലെ പുറത്തുള്ളതും സത്യത, ഉള്ളിൻ്റെ സത്യത തന്നെ ഇരിക്കണം പുറത്ത് നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും ശരിക്കും നിഴലിക്കേണ്ടേ. അതിനെന്ത് വേണം? അതിനാണ് പറയുന്നത് പരമസത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യം ആത്മാവാണ്, പരമമായ സത്യം ഈശ്വരനാണ്. അപ്പം നമുക്ക് ഈ സത്യബോധത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണെന്ന ബോധത്തിൽ ജീവിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ അകത്തൊന്ന് പുറത്തൊന്ന് എന്നുള്ള സ്വഭാവം നമ്മളെ കാണിക്കും. കാരണം ബോഡി കോൺഷ്യസ് ലിവിങ്, ശരീരമാണെന്ന ബോധം നമുക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണേ, ഈ വണ്ടി നമ്മളെ വലിച്ചിട്ട് പോവും. ഞാൻ ഡ്രൈവറാണെന്ന ബോധത്തിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കണം. ഞാൻ ആത്മാവാണ്, ഞാനാണ് ഡ്രൈവർ, ഈ ശരീരം എൻ്റെ വണ്ടി മാത്രമാണ്. അപ്പോൾ വണ്ടിയുടെ നിയന്ത്രണം ഡ്രൈവറുടെ കയ്യിലായിരിക്കണം. പക്ഷേ ഇന്നെന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ, ഡ്രൈവറുടെ നിയന്ത്രണത്തിൽ നിന്ന് വണ്ടി പോയിട്ട് ഈ വണ്ടി വലിക്കുന്നിടത്തേക്ക് നമ്മൾ പോവാണ്. ഞാൻ സ്ത്രീയാണ് പുരുഷനാണ്, ആ ബോധം വരുമ്പോൾ നമ്മൾ കാമിയാകുകയാണ്. ആരോടെങ്കിലും നമുക്ക് ദേഷ്യം വന്നാൽ, ശത്രുവിനെ കണ്ടാൽ നമുക്ക് ഉടനെ ദേഷ്യം വരികയാണ്. സ്ത്രീ പുരുഷൻ ഹിന്ദു മുസൽമാൻ, ഉടനെ നമുക്കെന്താ തോന്നണേ, വിവേചനം വരികയാണ്. അവർ വേറെ ഞാൻ വേറെ, ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ, ഉടനെ നമുക്കുണ്ടാകുന്ന ദേശബോധം, തമിഴൻ മലയാളി ഭാഷാബോധം, കറുത്താള് വെളുത്താള്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ ഉള്ളിലെ ഭാവഭേദങ്ങൾ ഉണ്ടാക്കുകയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, വിദ്വേഷം, വെറുപ്പ്, പ്രതികാര ഭാവന, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. കാരണം എന്താ, ഈ ശരീരമാണെന്ന ബോധം, സ്ത്രീ പുരുഷ ബോധം, അല്ലെങ്കിൽ ജാതി മത നിറ ഭേദങ്ങളുടെ ആ ബോധം, ഇതിനെയാണ് ബോഡി കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഈ വേഷത്തിൻ്റെ വ്യത്യാസം മാത്രമല്ലേ. നാടകത്തിൽ നമുക്കെല്ലാവർക്കും പല റോള് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 700 കോടി ജനങ്ങളുണ്ട്. ഈ 700 കോടിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ വേഷമാണ്, ഒരേ റോളാണ് നമ്മളെല്ലാം അഭിനയിക്കുന്നതെങ്കിൽ ഈ നാടകം എന്നതിനെ പറയാൻ കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും റോളുകളിലുള്ള വ്യത്യാസം, കുറച്ച് പേർക്ക് സ്ത്രീയുടെ വേഷം, ചിലർക്ക് പുരുഷൻ്റെ വേഷം, ചിലർക്ക് കറുത്ത നിറം, ചിലർക്ക് വെളുത്ത നിറം, ചിലർ ഇന്ത്യയിൽ, ചിലർ അമേരിക്കയിൽ, ചിലർ കേരളത്തിൽ, കുറച്ച് പേര് തമിഴ്നാട്ടിൽ. അപ്പം നമുക്ക് ഈ ഭേദങ്ങൾ, ഈ വ്യത്യാസങ്ങൾ ഈ നാടകശാലയിൽ നമുക്ക് കിട്ടിയ റോളിലെ വ്യത്യാസം മാത്രമാണ്. നമുക്ക് ആ റോൾ കോൺഷ്യസ് ലിവിങ് ആണ് ഇപ്പോൾ ഉള്ളത്.
അതിൽ നമുക്ക് സോൾ കോൺഷ്യസിലേക്ക് വരണം. ഇപ്പം ഈ ദേഹത്തിൻ്റെ അഥവാ വേഷത്തിൻ്റെ വ്യത്യാസം മാത്രമാണിത്. ബോധം, നമ്മുടെ സത്യബോധം എന്തായിരിക്കണം? ഞാൻ ആത്മചൈതന്യമാണ്. ഈ ബോധബിന്ദുവിൽ കേന്ദ്രീകൃതമായി ജീവിക്കുമ്പോൾ നാനാത്വത്തിൽ നമുക്ക് ഏകത്വം ദർശിക്കാൻ പറ്റും. അതാണല്ലോ നമ്മുടെ ഭാരതീയമായ കാഴ്ചപ്പാട്. ബാക്കിയെല്ലാം നാനാത്വങ്ങളാണ്, വൈവിധ്യങ്ങൾ മാത്രമാണ്, വേഷങ്ങളിലെ വ്യത്യാസം മാത്രമാണ്. പക്ഷെ അഭിനയിക്കുന്ന അഭിനേതാവാരാണ്? ആത്മചൈതന്യമാണ്. ആത്മചൈതന്യം, ഈ ബോധസത്ത സർവരിലും ഒരുപോലെയാണ്. എല്ലാവരും പരമാത്മാവിൻ്റെ മക്കളാണ്, ആത്മാക്കളാണ്. ആത്മസ്വരൂപത്തിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ്, ഒരേ ഒരു ഈശ്വരൻ്റെ മക്കളാണ്. അപ്പോൾ ആത്മാവാണെന്ന സത്യബോധവും നമ്മുടെ കൂടെയുള്ളവർ എല്ലാവരും നമ്മുടെ തന്നെ സഹോദര ആത്മാക്കളാണ്. ഓരോരുത്തരുടെയും വേഷത്തിലെ വ്യത്യാസം മാത്രമാണ് ഭിന്നതകൾ. നമ്മളെല്ലാം ഒരു പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. ഈ സത്യബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണേ. ഏതിൽ? സത്യതയിൽ ഉറച്ചു നിൽക്കാൻ പറ്റണേ, ശാന്തതയോടെ പെരുമാറാൻ കഴിയുന്നത്, ധർമ്മത്തിലിരുന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ നമുക്ക് അപ്പോഴാണ് കഴിയണേ. അപ്പോൾ മനസ്സും വാക്കും പ്രവൃത്തിയും തമ്മിൽ മനസ്സ വാച കർമ്മണ ആ ഏകതയിൽ പോകാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ഈ അന്താരാഷ്ട്ര ദിനാചരണം നടക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ സത് ബോധത്തിലേക്ക്, ഞാൻ ആത്മചൈതന്യമാണെന്ന ബോധം, പരമാത്മാവിൻ്റെ സന്താനമാണെന്ന ബോധം, നമ്മുടെ കൂടെ ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ എത്ര പേര് നാടകം കളിക്കണോ സർവരും എൻ്റെ തന്നെ ആത്മമിത്രങ്ങളാണ്, ആത്മബന്ധുക്കളാണ്, ഭഗവാന്റെ മക്കളാണെന്ന ബോധം വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ക്ലീനിങ് പ്രോസസ്സ് നടക്കുക. മനസ്സ് ശുദ്ധവും ശ്രേഷ്ഠവും ശാന്തവുമാക്കുക. യമവിധികളിൽ മൂന്നാമത്തേത് ആസ്തേയമാണ്. ആസ്തേയം എന്നാൽ ഏത് സാഹചര്യത്തിലും ആരെയും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചൂഷണം ചെയ്യാതിരിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൂഷണം ഒരു സാധാരണ തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് എവിടെ ആരെയും എന്തും തരത്തിലും ഏത് തരത്തിലും ചൂഷണം ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനസ്സിനുടമയായിട്ട് നമ്മൾ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുക. അതേത് തലങ്ങളെന്ന് ഇല്ല, എല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. മുകളിലത്തെ തട്ടിൽ മുതൽ ജീവിതത്തിൻ്റെ താഴെ തട്ടിൽ വരെ നമുക്ക് കാണാം. കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ച്, എന്തിനു പറയണം, കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് ചൂഷണം കാണാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണാറുള്ളതാണല്ലോ, പേപ്പറിലും ടി വിയിലും എല്ലാം. സ്വന്തം അച്ഛൻ അവരവരുടെ മക്കളെ തന്നെ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ സഹോദരങ്ങൾ പരസ്പരം ചൂഷണം ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങി, നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഈ ചൂഷണ സ്വഭാവം നമുക്കിന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ ചൂഷണം? സ്വാർത്ഥത. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ സെൽഫിഷ്നെസ്സിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ മഹാപാപകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, മഹാഭാരതത്തിൽ തന്നെ നമുക്ക് കാണാം, ദുര്യോധനൻ എല്ലാവരെയും ചൂഷണം ചെയ്യുന്നത് നമുക്ക് കാണാം. എല്ലാവരുടെയും കഴിവുകളെയും സാമർഥ്യത്തെയും എല്ലാം തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ചൂഷണം ചെയ്യുന്നത്. അപ്പം നോക്കൂ, കർണൻ നല്ല ധർമ്മിഷ്ഠനായിരുന്നു. എന്നിട്ടും സമർത്ഥനായ കർണൻ്റെ സാമർഥ്യം തനിക്ക് ഉപയോഗിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ കർണനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഭീഷ്മരുടെ കരുത്തിനെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് കാണാം. ദ്രോണാചാര്യരെ, അശ്വത്ഥാമാവിനെ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റിയിട്ട് ദ്രോണാചാര്യർക്ക് അശ്വത്ഥാമാവിനോടുള്ള അറ്റാച്ച്മെൻറ്റിനെ മുതലെടുത്തുകൊണ്ട് ദ്രോണരെയും തൻ്റെ പക്കത്താക്കി മാറ്റി തനിക്ക് വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദുര്യോധനൻ ഏതെല്ലാം തരത്തിലുള്ള കെണികൾ, ചതികളാണ് നടത്തുന്നത്. പക്ഷേ അവസാന റിസൾട്ട് നമ്മളെല്ലാവരും എന്താ കാണുന്നത്? ഇത്രയും സാമർഥ്യവും ആൾബലവും സാധനങ്ങളുടെ ബലവും എല്ലാം സമ്പത്തും കയ്യിലുണ്ടായിരുന്നിട്ടും, ഇത്രയധികം കെണികൾ ഒരുക്കുന്ന തരത്തിലുള്ള കുബുദ്ധിയും കയ്യിലുണ്ടായിരുന്നിട്ട്, കുബുദ്ധിയുടെ വലിയ കുബുദ്ധി നിറഞ്ഞ ബുദ്ധിരാക്ഷസനെ പോലെയുള്ള ശകുനി കൂടെ ഉണ്ടായിട്ടും നമ്മൾ കാണുന്നത് ദുര്യോധനൻ്റെ ദയനീയമായ പതനമാണ്, പരാജയമാണ്. ഇതുപോലെ നമ്മളും ജീവിതത്തിൽ ഓരോരുത്തരും തിരിഞ്ഞു നോക്കേണ്ടത്, നമ്മളെവിടെയാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും
അതേപോലെ ജോലിസ്ഥലത്താണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും വസ്തുക്കളെ ആകട്ടെ വ്യക്തികളെ ആകട്ടെ ഒരിക്കലും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക. കാരണം ചൂഷണം ചെയ്താലും അതിൻ്റെ അന്തിമ റിസൾട്ട് എന്താണ്? തീർച്ചയായിട്ടും നെഗറ്റീവായിരിക്കും. നമുക്ക് സമാധാനമോ സന്തോഷമോ ഉണ്ടാകില്ല. ദുര്യോധനൻ ഒരു ദിവസമെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കേണ്ടത് ചൂഷണം എല്ലാ തരത്തിലും, വ്യക്തികളെ ചൂഷണം ചെയ്യരുത്. കാരണം ഒരു ഓഫീസിലാണെങ്കിൽ പോലും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, നമുക്ക് നമ്മുടെ കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കഴിവുകളെ ദുരുപയോഗം ചെയ്യരുത്. അതുപോലെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ഇത്തിരി ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ടോ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടോ, പൈസ കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, നമുക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനം ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരിക്കലും സ്ഥാനമാനങ്ങൾക്കോ പൈസയ്ക്കോ വേണ്ടിയിട്ട് നമ്മൾ ചൂഷണത്തിന് നിന്നുകൊടുക്കാനും പാടില്ല. അതുപോലെ സാധനങ്ങൾ, വ്യക്തികളെ മാത്രമല്ല സാധനങ്ങളെയും നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. അത് എന്ത് തന്നെയാണെങ്കിലും, ധനമാണെങ്കിലും വെള്ളമാണെങ്കിലും നമ്മുടെ കഴിവുകളാണെങ്കിലും ഒന്നിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ അക്രമ പ്രവർത്തനങ്ങൾ, തീവ്രവാദം ഉൾപ്പെടെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ചെറുപ്പക്കാരെ നമുക്ക് കാണാം. നല്ല കഴിവുള്ളത്, എൻജിനീയറിങ്ങും ഡോക്ടറാകാനും എൻജിനീയറാകാനും അതുപോലെ ശാസ്ത്രജ്ഞന്മാരാകാൻ പോലും പഠിച്ച് മിടുക്കും കഴിവും സാമർഥ്യമുള്ളവർ തങ്ങളുടെ കഴിവുകളെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള കുബുദ്ധികളുടെ ചൂഷണം ചെയ്യുന്നവരുടെ കയ്യിൽ പെട്ടിട്ട് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് തങ്ങളുടെ കഴിവുകളെയും ശക്തികളെയും ശരിക്കും തിന്മയുടെ ഭാഗത്ത് ഉപയോഗിച്ച് സമൂഹത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്, രാജ്യത്തെ തന്നെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്, തൻ്റെ കുടുംബത്തിനെ തന്നെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ വികർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര യോഗ ദിന ആചരണം നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ദൃഢപ്രതിജ്ഞ എന്തുകൊണ്ട് എടുത്തുകൂടാ? ഞാൻ എവിടെയാണെങ്കിലും, വ്യക്തിപരമായിട്ടും എൻ്റെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എൻ്റെ ജോലിസ്ഥലത്താണെങ്കിലും ഒരിക്കലും ഞാൻ ചൂഷണത്തിന് വിധേയമാകുകയില്ല. ഞാൻ ആരെയും ചൂഷണം ചെയ്യുകയില്ല. എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാനിത് ചെയ്യുകയില്ല. ഈ ദൃഢപ്രതിജ്ഞ നമുക്ക് ഏവർക്കും ചെയ്തുകൂടെ? അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതം എത്ര ശുദ്ധമാകും, സമാധാനപൂർണമാകും. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സുഖവും ശാന്തിയും സമാധാനവും അതേപോലെ വിജയവും നമ്മുടെ കൂടെ ഉണ്ടാകും. യമവിധികളിൽ 4-ാമത്തേത് ബ്രഹ്മചര്യം. ബ്രഹ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, പരമമായ സത്യത്തിലേക്കുള്ള യാത്ര. ചര്യ മീൻസ് ദ ജേർണി. അപ്പോൾ നമുക്ക് പരമമായ സത്യത്തിലേക്ക്, മുകളിലേക്ക്, ഉയരത്തിലേക്ക് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അതായത് താഴേക്ക് നമ്മുടെ ദൃഷ്ടി പോകരുത്. താഴേക്ക് പോകുക അർത്ഥം എന്താണ്? ഈ ശരീരത്തിലേക്ക്, കർമ്മേന്ദ്രിയങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമയാകരുത്. ഇന്ദ്രിയങ്ങളുടെ മേലെയുള്ള സമ്പൂർണ്ണ നിയന്ത്രണമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കർമ്മേന്ദ്രിയങ്ങൾക്ക് നമ്മൾ വശീഭൂതരായാൽ എന്ത് സംഭവിക്കും അല്ലേ? ഇന്ദ്രിയങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ സ്വഭാവം എപ്പോഴും എന്താണ്? ആകർഷണ സ്വഭാവമാണ്. കാരണം ഈ ശരീരം 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ലേ. 5 തത്വങ്ങൾ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കിയ പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം എപ്പോഴും ആകർഷണ സ്വഭാവമുണ്ട്. അപ്പോൾ അതേപോലെ തത്വനിർമ്മിതമായ ഈ ദേഹത്തിന് നമ്മൾ അടിമയായി കഴിഞ്ഞാൽ, നമ്മുടെ അറ്റൻഷൻ ദേഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു, നമ്മുടെ ആദ്യത്തെ ശത്രു കാമം മഹാശത്രു എന്നാണല്ലോ ഭഗവാൻ ഗീതയിൽ തന്നെ പറയണത്. കാമവികാരം ശത്രുവായി ഈ ലോകത്തെ അഗ്നിയായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിന്ന് കാണുന്നുണ്ട്. പക്ഷേ യോഗ വിധികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യമവിധിയിൽ പറയുന്നത് ബ്രഹ്മചര്യ അർത്ഥം നമ്മുടെ ലക്ഷ്യബോധം എപ്പോഴും ആ ഉയർന്ന ലക്ഷ്യബോധത്തിൽ, ലക്ഷ്യബോധം എന്താണ് ജീവിതത്തിൽ എല്ലാവർക്കും? പരമമായ ലക്ഷ്യം
സുഖവും ശാന്തിയും സന്തോഷവും. അത് നമുക്ക് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൻ്റെ പിന്നാലെ പോയാൽ സുഖം കിട്ടും, പക്ഷെ അല്പസുഖം. Oh